റിവേഴ്സ് ഡ്രൈവിംഗ് അനുവദനീയമായത് എപ്പോൾ? ഓപ്ഷൻ എ എതിർദിശയിലേക്ക് തിരിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ദൂരം, ബി രാത്രി ഡ്രൈവിംഗ് സമയത്ത്, സി ഗാർഡ് റോഡുകളിലൂടെ ഓടിക്കുമ്പോൾ, ഡി വൺ വേ റോഡിൽ മാത്രം. ഓപ്ഷൻ എ എതിർ ദിശയിലേക്ക് തിരിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ദൂരം. അടുത്തത് രാത്രി പാർക്കിംഗ് സമയത്ത് പാലിക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? ഓപ്ഷൻ എ സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുക, ബി ക്യാരേജ് വേയുടെ പുറത്ത് പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക, സി വാഹനത്തിന്റെ പിറകിലായി വാർണിംഗ് ട്രിൻഗ്ലേ സ്ഥാപിക്കുക, ഡി ട്രാഫിക്കിൽ നിന്ന് അകന്ന് കാൽനട പാതയിൽ വാഹനം പാർക്ക് ചെയ്യുക. ഓപ്ഷൻ ബി ക്യാരേജ് വേയുടെ പുറത്ത് പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. ഒരു വാഹനം മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ മുന്നോട്ടുള്ള വഴി കാണാത്തപ്പോൾ, ബി വളവുകളിൽ, സി ജംഗ്ഷനുകളിൽ, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. നനഞ്ഞതോ അഴുക്കലോ ഉള്ള റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ എ ടയർ മർദ്ദം കുറയ്ക്കണം, ബി പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കുക, സി വാഹനം ഉയർന്ന വേഗതയിൽ വേണം ഓടിക്കാൻ, ഡി നേരെയുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. ബി പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കുക. മോട്ടോർ സൈക്കിളോ ഓട്ടോറിക്ഷകളോ ഓടിക്കുമ്പോൾ ഹാൻഡ് സിഗ്നലുകൾ ഡാഷ് ഉപയോഗിച്ച് കാണിക്കാം. എ രണ്ട് കൈകളും, ബി വലതു കൈ മാത്രം, സി ഇടത് കൈ മാത്രം, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ബി വലതു കൈ മാത്രം. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്: എ വാഹനം ക്യാരേജ് വേയിൽ പാർക്ക് ചെയ്തതിനു ശേഷം പാർക്ക് ബ്രേക്ക് ഉപയോഗിക്കുക, ബി കർബിന് സമാന്തരമായി വാഹനം പാർക്ക് ചെയ്യുക, സി മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സമുണ്ടാക്കാത്ത വിധം, ഡി പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിച്ച് സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുക. ഓപ്ഷൻ സി മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സമുണ്ടാക്കാത്ത വിധം. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതാണെങ്കിൽ എ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും അപകടമോ നഷ്ടമോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം, ബി വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല, സി ഡ്രൈവർക്ക് സാധുവായ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാം, ഡി എല്ലാ യാത്രക്കാരും സമ്മതം നൽകിയെങ്കിൽ ഡ്രൈവ് ചെയ്യാം, ബി വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല. മോട്ടോർ സൈക്കിൾ നിർത്തുന്നത് എങ്ങനെ? എ പിൻബ്രേക്കുകൾ ഉപയോഗിക്കുക, വേഗത കുറഞ്ഞതിന് ശേഷം ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിക്കുക, ബി മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ പ്രയോഗിക്കുക, സി പിൻ ബ്രേക്ക് മാത്രം ഉപയോഗിക്കുക, ഡി ഫ്രണ്ട് ബ്രേക്ക് മാത്രം ഉപയോഗിക്കുക. ബി മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ പ്രയോഗിക്കുക. തേയ്മാനം സംഭവിച്ച ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് അപകടകരമാണ്. കാരണം എ വാഹനം വേഗത്തിൽ സ്പീഡ് എടുക്കുന്നു, ബി ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്, സി ഉയർന്ന ഇന്ധന ഉപഭോഗം, ഡി ഉയർന്ന വാഹന വൈബ്രേഷൻ. ബി ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്. ഘാട്ട് റോഡുകളിൽ ഇറങ്ങുന്ന ഡ്രൈവർ ഡാഷ്. ഓപ്ഷൻ എ എതിർവാഹനം പ്രവേശിക്കുന്നതിന് മുമ്പ് വേഗത്തിൽ ഓടിക്കുക, ബി ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക, സി ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ഡി കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഓപ്ഷൻ ഡി കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ചക്രങ്ങൾ ലോക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. ഇത് ടയറുകൾ ഡാഷ് ആകുന്നത് ഒഴിവാക്കുന്നു. എ പഞ്ചർ, ബി സ്കിഡ്, സി തേയ്മാനം, ഡി കുറഞ്ഞ ടയർ മർദ്ദം. ബി സ്കിഡ്. റിയർ വ്യൂ മിറർ കോൺവെക്സ് ആയിരിക്കുന്നത് എന്തിന്? എ വിശാലമായ കാഴ്ചമേഖല നൽകുക, ബി ബ്ലൈൻഡ് സ്പോട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ, സി പിന്തുടരുന്ന വാഹനത്തിന്റെ വേഗത നിർണ്ണയിക്കാൻ, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. എ വിശാലമായ കാഴ്ചമേഖല നൽകുക. മോട്ടോർ വാഹനത്തിൽ മൾട്ടിടോൺ ഹോണുകൾ ഘടിപ്പിക്കുന്നത് ഡാഷ്. എ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം അനുവദിച്ചിരിക്കുന്നു, ബി അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ, സി എല്ലാ വാഹനങ്ങൾക്കും അനുവദനീയമാണ്, ഡി ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. ഓപ്ഷൻ ഡി ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. വാഹനങ്ങളുടെ സ്കിഡിന്റെ പൊതുവായ കാരണം എന്താണ്? എ ടയറുകളുടെയും റോഡിന്റെയും മോശം അവസ്ഥ, ബി ഡ്രൈവറുടെ തെറ്റ്, സി പെട്ടെന്നുള്ള ബ്രേക്കിംഗ്, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? എ റിയർ വ്യൂ മിററിൽ കാണാത്ത പ്രദേശം, ബി ഹെഡ്ലൈറ്റുകളാൽ കാണപ്പെടാത്ത ഒരു പ്രദേശം, സി വാഹനത്തിനുള്ളിലെ റിയർ വ്യൂ മിറർ കൊണ്ട് കാണപ്പെടാത്ത ഒരു പ്രദേശം, ഡി അപകട നിരക്ക് കൂടുതലുള്ള പ്രദേശം. ആൻസർ
റിയർവ്യൂ മിററുകളിൽ കാണാത്ത പ്രദേശം. അപകടകരമായ ഡ്രൈവിംഗ് എന്നാൽ റെഡ് ലൈറ്റ് മുറിച്ച് കടക്കുന്നത്. ബി മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. സി സ്റ്റോപ്പ് സൈൻ ലംഘിക്കുന്നത്. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. മദ്യപാനം നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു? എ, അത് ശ്രദ്ധ കൂട്ടുന്നു. ബി, അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറയ്ക്കുന്നു. സി, അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഡി, അത് ഏകാഗ്രത കൂട്ടുന്നു. ഓപ്ഷൻ ബി, അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറയ്ക്കുന്നു. നിങ്ങൾ ഒരു വലിയ വാഹനത്തിന് പുറകെയാണ് വാഹനം ഓടിക്കുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള കാഴ്ച എങ്ങനെ മെച്ചപ്പെടുത്താം? എ, കഴിയുന്നതും വേഗം മറികടക്കുക. ബി, ഇടത്തോട്ട് നീക്കുക. സി, കൂടുതൽ പുറകോട്ട് നിൽക്കുക. ഡി, നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. സി, കൂടുതൽ പുറകോട്ട് നിൽക്കുക. പവർ അസിസ്റ്റന്റ് സ്റ്റിയറിംഗിന്റെ പ്രയോജനം എന്താണ്? എ, ടയർ തേയ്മാനം കുറയ്ക്കുക. ബി, ബ്രേക്കിംഗിൽ സഹായിക്കുക. സി, ഡ്രൈവിംഗ് എഫേർട്ട് കുറയ്ക്കുക. ഡി, ഡ്രൈവിംഗ് എഫേർട്ട് വർദ്ധിപ്പിക്കുക. സി, ഡ്രൈവിംഗ് എഫേർട്ട് കുറയ്ക്കുക. പരുക്കൻ ഡ്രൈവിംഗ് എങ്ങനെ ഒഴിവാക്കാം? എ, പാർക്കിംഗ് ബ്രേക്ക് സാവധാനം പ്രയോഗിക്കുക. ബി, സർവീസ് ബ്രേക്കിന്റെ പെട്ടെന്നുള്ള പ്രയോഗം. സി, ഗിയറുകൾ മാത്രം ഉപയോഗിച്ച് വേഗത കുറയ്ക്കുക. ഡി, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബ്രേക്ക് ഉപയോഗിക്കുക. ഡി, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബ്രേക്ക് ഉപയോഗിക്കുക. ഏത് അവസരത്തിലാണ് വെയ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്? എ, ബ്രേക്കിംഗ്. ബി, കോർണറിംഗ്. സി, ആക്സിലറേഷൻ. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ലാമിനേറ്റ് ചെയ്ത സുരക്ഷാ വിൻഡ്സ്ക്രീൻ ഗ്ലാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എ, പൊടിഞ്ഞു വീഴുകയില്ല. ബി, ഡുവൽ ഗ്ലാസുകൾക്കിടയിൽ ഒരു പ്ലാസ്റ്റിക് പാളി ഒട്ടിച്ചിരിക്കുന്നു. സി, ഒരു പ്ലെയിൻ ഗ്ലാസ് അല്ല. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ പ്രാഥമികമായി എന്ത് ചെയ്യണം? എ, നിർത്തുകയും പ്രഥമ ശുശ്രൂഷ വൈദ്യസഹായവും നൽകുക. ബി, വാഹനം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു പോകുക. സി, ഇൻഷുറൻസ് അധികൃതരെ അറിയിക്കുക. ഡി, ആൾക്കൂട്ടമുണ്ടെങ്കിൽ വാഹനം നിർത്തരുത്. എ, നിർത്തുകയും പ്രഥമ ശുശ്രൂഷയും വൈദ്യസഹായവും നൽകുക. നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിൽ ഇടിച്ചിരിക്കുന്നു. ആ സമയത്ത് ആ വാഹനത്തിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എ, അപകട സ്ഥലത്ത് നിന്ന് വാഹനം ഓടിച്ച് കേടുപാടുകൾ എത്രയും വേഗം ഇല്ലാതാക്കുക. ബി, എത്രയും വേഗം ഇൻഷുറൻസ് അധികൃതരെ അറിയിക്കുക. സി, അപകടം നടന്ന സ്ഥലത്തിന്റെ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കുക. ഡി, നാട്ടുകാരെ അറിയിക്കുക. ആൻസർ ഓപ്ഷൻ സി, അപകടം നടന്ന സ്ഥലത്തിന്റെ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കുക. വാഹനത്തിന്റെ വിൻഡ് സ്ക്രീനിൽ ഘടിപ്പിച്ച വൈപ്പർ. എ, കഴുകുമ്പോൾ വെള്ളം തുടയ്ക്കുന്നതിന്. ബി, ഏത് സീസണിലും വിൻഡ് ഷീൽഡ് വൃത്തിയാക്കുന്നതിന്. സി, എതിരെ വരുന്ന വാഹനം നിർത്താനുള്ള സിഗ്നലായി. ഡി, വിൻഡ് സ്ക്രീൻ സംരക്ഷിക്കുന്നതിന്. ഡി, ഏത് സീസണിലും വിൻഡ് ഷീൽഡ് വൃത്തിയാക്കുന്നതിന്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഏത് സുരക്ഷാ ഉപകരണം ഡ്രൈവറെ പരിക്കിൽ നിന്ന് സംരക്ഷിക്കുന്നു? എ, സീറ്റ് പൊസിഷനർ. ബി, സീറ്റ് ബെൽറ്റ്. സി, സീറ്റ് ടൈറ്റനർ. ഡി, ഹാൻഡ് റെസ്റ്റ്. ബി, സീറ്റ് ബെൽറ്റ്. രാത്രിയിൽ ഹൈ ബീം ഓണാക്കി ഒരു കാർ നിങ്ങളുടെ അടുക്കലേക്ക് ഓടിക്കുന്നുവെങ്കിൽ ആ കാറിന്റെ ഡ്രൈവർ എ, ഉയർന്ന ബീമുകൾ മറ്റുള്ളവരെ അന്ധരാക്കുന്നതിനാൽ മോശം പെരുമാറ്റത്തോടെയുള്ള ഡ്രൈവിംഗ്. ബി, ഹൈ ബീം റോഡിൽ പ്രകാശം പരത്തുന്നതിനാൽ സുരക്ഷിത ഡ്രൈവർ. സി, മറ്റു റോഡ് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നു. ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. എ, ഉയർന്ന ബീമുകൾ മറ്റുള്ളവരെ അന്ധരാക്കുന്നതിനാൽ മോശം പെരുമാറ്റത്തോടെയുള്ള ഡ്രൈവിംഗ്. ഒരു ഘോഷയാത്രയുടെയോ അല്ലെങ്കിൽ സൈനികരുടെയോ സംഘത്തെയോ കടന്നു പോകുമ്പോൾ എ, പതിവ് വേഗതയിൽ തുടരുക. ബി, ജോലി പൂർത്തിയാക്കാൻ വാഹനം നിർത്തുക. സി, വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ഡി, നിർത്തിയതിനു ശേഷം മുന്നോട്ട് പോകുക. ഓപ്ഷൻ സി, വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ഒരു മോട്ടോർ ക്യാബിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ നിറമേതാണ്? എ, വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ബി, മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. സി, കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. ഡി, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഓപ്ഷൻ ഡി, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ.
ഒരു റെന്റ് എ ക്യാബിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ നിറം ഏതാണ്? എ വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, ബി മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, സി കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, ഡി മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഓപ്ഷൻ സി കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. ഒരു ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ നിറം എന്താണ്? എ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, ബി പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, സി പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, ഡി വെള്ള പ്രതലത്തിൽ പച്ച അക്ഷരങ്ങൾ. ബി പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. ഒരു ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ നിറം എന്താണ്? എ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, ബി പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, സി പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, ഡി വെള്ള പ്രതലത്തിൽ പച്ച അക്ഷരങ്ങൾ. സി പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. കാൽനട ക്രോസിംഗിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഡാഷ് എ ഹോൺ മുഴക്കി മുന്നോട്ട്, ബി പതുക്കെ ഹോൺ മുഴക്കി കടന്നു പോകുക, സി വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നത് വരെ കാത്തിരിക്കുക, ഡി കാൽനട യാത്രക്കാർ വലതുവശത്താണെങ്കിൽ ഇടതുവശം ചേർന്നോ അല്ലെങ്കിൽ തിരിച്ചോ നിങ്ങൾക്ക് കടന്നു പോകാം. ഓപ്ഷൻ സി വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നത് വരെ കാത്തിരിക്കുക. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? എ ടയർ വലിപ്പം നോക്കി, ബി വാഹനത്തിന്റെ നിറമനുസരിച്ച്, സി വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി, ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി. നടപ്പാതയില്ലാത്ത റോഡിൽ കാൽനട യാത്രക്കാർ റോഡിന്റെ ഇടതുവശത്തു കൂടി നടക്കണം, റോഡിന്റെ വലതുവശത്തു കൂടി നടക്കണം, റോഡിന് ഇരുവശവും നടക്കാം, ഡി കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കാൻ അനുവാദമില്ല, റോഡിന്റെ വലതുവശത്തു കൂടി നടക്കണം. ബി. താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? എ പോലീസ് വാഹനങ്ങൾ, ബി ആംബുലൻസ്, സി ഫയർ സർവീസ് വാഹനങ്ങൾ, ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. എന്നിവയിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യാവുന്നത്? എ മലയിറങ്ങുമ്പോൾ, ബി റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടെങ്കിൽ, സി മുന്നിലുള്ള വാഹനത്തിന്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ, ഡി എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ. ഓപ്ഷൻ സി മുന്നിലുള്ള വാഹനത്തിന്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ. ഡ്രൈവർ വാഹനം സാധാരണഗതിയിൽ ഓടിക്കേണ്ടത് റോഡിന്റെ വലതുവശത്തു കൂടി, റോഡിന്റെ ഇടതുവശത്തു കൂടി, റോഡിന്റെ മധ്യഭാഗത്തു കൂടി, ഡി റോഡിന്റെ ഏത് വശത്തു കൂടിയും, ബി റോഡിന്റെ ഇടതുവശത്തു കൂടി.